ഇബ്ലീസ് കരഞ്ഞത് രണ്ട് സമയത്താണ്. ഒന്ന് നമുക്കറിയാം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് പിശാച് വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത് പിശാച് കരഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോൾ പിശാച് വല്ലാതെ കരഞ്ഞുപോയി. ഏതാണ് ആ സൂറത്ത് സഹോദരങ്ങളെ? ഇബ്ലീസൊക്കെ ഒരു സൂറത്ത് ഇറങ്ങിയിട്ട് കരയണമെങ്കിൽ ആ സൂറത്തിന്റെ മഹത്വം എത്രയാണ് അല്ലേ? സൂറത്ത് ഏതാണ്? നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഒരു വിശ്വാസി 17 പ്രാവശ്യം നിർബന്ധമായും ഒരു ദിവസം പാരായണം ചെയ്യേണ്ടുന്ന സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് പിശാച് കരഞ്ഞു പോയത്. അവനിങ്ങനെ വല്ലാതെ കരഞ്ഞപ്പോ അവന്റെ മക്കളും അനുയായികളുമൊക്കെ അവന്റെ ചുറ്റുഭാഗത്ത് കൂടിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഞങ്ങളെ നേതാവേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് പിശാച് പറഞ്ഞു, ലൈസ മിമ്മാ തഖൂലൂ, നിങ്ങൾ പറയുന്ന പോലെയല്ല കാര്യം. കാരണം പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഉൻസിലത്ത് സൂറത്തുൻ, ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഏതാണ്, എന്താണ് ആ സൂറത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ലൈസ ജുർഖാഇലിഹാ, ആ സൂറത്തെങ്ങാനും ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ ആ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇല്ലാ അൻ ഹറമല്ലാഹു നാറ ജഹന്നം, നരകത്തെ തൊട്ട് ആ മനുഷ്യനെ അല്ലാഹു ഹറാമാക്കുന്നതാണ്. ആ സൂറത്ത് ഓതുന്ന ആളെ അല്ലാഹു നരകത്തിൽ കടത്തില്ല. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പിശാച് തന്റെ മക്കളോട് പറഞ്ഞപ്പോ അവന്റെ മക്കളും കരയാൻ തുടങ്ങി. ഇനി നാം എടുക്കുന്ന പണിയൊക്കെ വെറുതെയായി പോയല്ലോ, ഇനി മനുഷ്യരെ നരകത്തിന്റെ ആളുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയില്ലേ? അവരെ കൊണ്ട് തെറ്റുകൾ തിന്മകൾ ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഇനി നാം എന്ത് ചെയ്യുമെന്ന് അവരൊക്കെ ചോദിച്ചപ്പോൾ പിശാച് അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ പണിയെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇദ്ഹബൂ ഫജ്തഹദൂ ഹത്താ തഗ്ഫലൂ ഖുലൂബുഹും, നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ട് ഒരൊറ്റരാളും ഇനി ഈ സൂറത്ത് ഓതാൻ പാടില്ല. അത് ഓതുന്നതിനെ തൊട്ട് അവരുടെ മനസ്സ് നിങ്ങൾ അശ്രദ്ധരാക്കി മാറ്റണം. ഹത്താ ലാ തഖറഊ ഹാദിഹി സൂറ, ഈ സൂറത്ത് ഓതുന്നതിനെ തൊട്ട് മനുഷ്യരെ നിങ്ങൾ തടയണം. അവരുടെ മനസ്സിലേക്ക് ഇത് ഓതാനുള്ള താല്പര്യം ഉണ്ടാവരുത്. ഒരിക്കലും അവർ ഈ സൂറത്ത് ഓതിക്കൂടാ. ഈ ഒരൊറ്റ പണിയെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പിശാച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എത്രയാണല്ലേ? നമുക്ക് വിജയിക്കാൻ ആ സൂറത്തുൽ ഫാത്തിഹ മതി. അല്ലാഹു തആല ധാരാളം ആ ഫാത്തിഹ സൂറത്ത് ഓതാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും